തൃപ്പൂണിത്തുറ പൂർണ്ണത്രയീശ ക്ഷേത്രത്തിലെ വൃശ്ചികോത്സവവുമായി ബന്ധപ്പെട്ട ജില്ലാ കളക്ടറുടെ റിപ്പോർട്ടിനെതിരെ ഹൈക്കോടതിയിൽ ദേവസ്വം ഓഫീസറുടെ സത്യവാങ്മൂലം. ആന എഴുന്നള്ളിപ്പിൽ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കാൻ ശ്രമിച്ചുവെന്ന ദേവസ്വം ഓഫീസർ. ആദ്യ 3 ദിവസം മാർഗനിർദ്ദേശങ്ങൾ പാലിക്കാൻ സാധ്യമായ എല്ലാ നടപടികളും എടുത്തു. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് രേഷ്മ ബാബു ഉണ്ട്. രേഷ്മ, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഈ തൃപ്പൂണിത്തുറ പൂർണ്ണത്രയീശ ക്ഷേത്രത്തിലെ വൃശ്ചികോത്സവത്തിൽ തൃക്കേട്ട ദിനത്തിലെ എഴുന്നള്ളിപ്പിൽ ഹൈക്കോടതിയുടെ മാർഗനിർദ്ദേശങ്ങൾ ലംഘിക്കപ്പെട്ടു എന്നായിരുന്നു ജില്ലാ കളക്ടർ നേരത്തെ നൽകിയിട്ടുള്ള റിപ്പോർട്ട്. വനം വകുപ്പിന്റെ നിർദ്ദേശങ്ങൾ ദേവസ്വം ഓഫീസർ അനുസരിക്കാൻ തയ്യാറായില്ലെന്നും ഈ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. എന്നാൽ ഇത് തള്ളിക്കൊണ്ടുള്ള ഒരു റിപ്പോർട്ട് നിലവിൽ ദേവസ്വം ഓഫീസർ ഹൈക്കോടതിയിൽ നൽകിയിരിക്കുകയാണ്. സത്യാമൂലം എന്നുള്ള രീതിയിലാണ് ഇത് അദ്ദേഹം ചില കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഉത്സവം ആരംഭിച്ച നവംബർ 29 മുതൽ ഡിസംബർ 1-ാം തീയതി വരെ കോടതിയുടെ മാർഗനിർദ്ദേശങ്ങൾ പൂർണ്ണമായിട്ടും പാലിച്ചിരുന്നു എന്നാണ് സത്യാമൂലത്തിൽ ദേവസ്വം ഓഫീസർ വ്യക്തമാകുന്നത്. എന്നാൽ ഡിസംബർ 2-ന് വലിയ കനത്ത മഴ അവിടെ ഉണ്ടായിരുന്നു. കാണിക്കയിടാനായിട്ട് നിരവധി ഭക്തരുടെ തിരക്കുമുണ്ടായിരുന്നു. തുടർന്ന് ഈ കാര്യങ്ങൾ നിയന്ത്രണത്തിന് പുറത്തേക്ക് പോവുകയായിരുന്നു. അപകടം ഒഴിവാക്കാനായിട്ടാണ് ആനകളെ ഈ മാർഗനിർദ്ദേശങ്ങൾ ലംഘിച്ചുകൊണ്ട് പന്തലിലേക്ക് മാറ്റിയത്. മാർഗനിർദ്ദേശങ്ങൾ പാലിക്കാനുള്ള തന്റെ നിർദ്ദേശങ്ങളോട് ആദ്യം മുതൽ തന്നെ ഭക്തർ പ്രതിഷേധിച്ചിരുന്നുവെന്നും ദേവസ്വം ഓഫീസർ രഘുരാമൻ നൽകിയിട്ടുള്ള സത്യാമൂലത്തിൽ പറയുകയും ചെയ്യുന്നുണ്ട്. ക്ഷേത്രത്തിലെ ആചാരങ്ങൾ ലംഘിക്കാൻ താൻ ശ്രമിക്കുകയാണെന്നുള്ളതായിരുന്നു ഭക്തരുടെ ആക്ഷേപം. എന്തായാലും കോടതി നിർദ്ദേശങ്ങൾ പാലിക്കണമെന്ന് വനംവകുപ്പ് തുടർച്ചയായി ആവശ്യപ്പെട്ടിട്ടും അനുസരിച്ചില്ല തുടങ്ങിയ ജില്ലാ കളക്ടറുടെ റിപ്പോർട്ട് വാസ്തവ വിരുദ്ധമാണെന്ന് കൂടി ദേവസ്വം ഓഫീസർ ഹൈക്കോടതി മുൻപാകെ നൽകിയിട്ടുള്ള സത്യാമൂലത്തിൽ പറയുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും അപ്രതീക്ഷിതമായിട്ടുള്ള കാര്യങ്ങൾ മൂലമുണ്ടായിട്ടുള്ള പിഴവിന് നിരുപാധികം മാപ്പപേക്ഷിക്കുന്നുവെന്നാണ് ദേവസ്വം ഓഫീസർ ഹൈക്കോടതി നൽകിയിട്ടുള്ള സത്യാമൂലത്തിൽ പറഞ്ഞിട്ടുള്ളത്. രേഷ്മയാണ് വിവരങ്ങൾ നൽകിയത്. എറണാകുളം ജില്ലാ കളക്ടറുടെ റിപ്പോർട്ടിന് എതിരെയായിട്ടാണ് ഇപ്പോൾ ദേവസ്വം ഓഫീസർ സത്യവാങ്മൂലം നൽകിയിരിക്കുന്നത്.